ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏവിയേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു എയർലൈൻ ഇൻ്റർവ്യൂവിന് ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ തലേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ ദിവസം പോകുന്ന ദിവസമാണല്ലോ ചെയ്യണത്. പക്ഷെ തലേ ദിവസം നമ്മുടെ സ്കിന്നും കാര്യങ്ങളും കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫേസിൽ ഹെയർസ് ഉള്ള ആൾക്കാർ, എന്നെപ്പോലെ ഫേഷ്യൽ ഹെയർ ഉള്ള ആൾക്കാർ അതൊന്ന് റിമൂവ് ചെയ്യണം. ഞാനപ്പോൾ ഒരു ക്ലിയർ ജെല്ല്, വാട്ടർ ജെല്ല് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞാൻ വാക്സിങ്ങോ അതുപോലെ തന്നെ ത്രെഡിങ്ങോ ഫേസിൽ അങ്ങനെ ചെയ്യാറില്ല. ഐബ്രോസ് മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ജെല്ല് അപ്ലൈ ചെയ്ത്, ഇപ്പോൾ അലോവേറ ജെല്ലായാലും മതി, അത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഷേവ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെട്ടെന്ന് വരെയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പൊട്ടാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നല്ല നന്നായിട്ട് സ്മൂത്തായിട്ട് ഹെയർ റിമൂവായി വന്നോളൂ കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേഷ്യൽ ഹെയർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ആക്ച്വലി ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഫ്ലോലെസ് സ്കിന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് കറക്റ്റായിട്ട് സ്കിന്നിൽ പിടിച്ചിരിക്കാത്ത പോലെ തോന്നും. ഓക്കെ, അതിനാണ് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കളയണത്. അപ്പോൾ നമ്മുടെ മേക്കപ്പും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, പാച്ചി ആ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഫേഷ്യൽ ഹെയർ ഉള്ള ആൾക്കാർ മടി വിചാരിക്കാതെ അത് റിമൂവ് ചെയ്യുക ഗേൾസ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഈ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ ക്ലീൻ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് അത്യാവശ്യം ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ റിമൂവ് ചെയ്തല്ലേ, അപ്പോൾ ആ ഒരു ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കെയർ കൊടുക്കുന്ന പോലെ തന്നെ പോഴ്സൊക്കെ നല്ലതായിട്ട് ക്ലോസ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ, എൻ്റെ ഓൾറെഡി സെൻസിറ്റീവ് സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റെഡിഷ് കാണിക്കുന്നത്. അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് മാറിക്കോളും. അത് കഴിഞ്ഞിട്ടൊരു സോഫ്റ്റ് ടവൽ വെച്ച് നല്ലോണം ഫേസ് ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ നല്ല റെഡിഷായിട്ടിരിക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു റോസ് വാട്ടർ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. റോസ് വാട്ടർ ഫേസ് മിസ്റ്റ് യൂസ് ചെയ്ത് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് ഇത് അപ്പോളോൻ്റെ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും റോസ് വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ലോണം മിസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെത്താനെ ഒന്ന് എന്താ പറയുക, കാറ്റത്ത് നല്ല രീതിയിലൊന്ന് വലിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും ഫേസിലെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ ഫേസിലെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹാൻഡ്സിലെയും ലെഗ്സിലെയും ഹെയർ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളത് കേട്ടോ. വാക്സിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ റേസർ യൂസ് ചെയ്ത് ഹെയർ ഫുൾ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം നല്ലോണം എന്തെങ്കിലും ഒരു സോപ്പ് ബേസ്, എന്തെങ്കിലും എന്താ പറയുക, ഷവർ ജെല്ലോ എന്തെങ്കിലും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റേസർ യൂസ് ചെയ്ത് ഫുൾ ഹെയർ റിമൂവ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇച്ചിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഹാൻഡ്സിൽ മാത്രമല്ല ലെഗ്സിലെയും അതുപോലെ തന്നെ കളയണം. കാരണം നമ്മൾ സ്റ്റോക്കിങ്സ് ഇടുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഇത് കാണും. പിന്നെ കയ്യിൽ ഇതേപോലെ ത്രെഡ്സ് ഒന്നും പാടില്ല കേട്ടോ, അതൊക്കെ റിമൂവ് ചെയ്യണം. ഞാൻ വാച്ച് ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസ് എല്ലാം സെറ്റാക്കി തലേദിവസം തന്നെ നമ്മൾ വെക്കണം. കാരണം നെയിൽസൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു ഗ്രൂമിങ്, ഒരു പേഴ്സണൽ ഗ്രൂമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ A to Z ഒരാളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ്പിയറൻസിൽ എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ നെയിൽസിൽ നെയിൽ പെയിൻ്റ് ഒന്നും ചിപ്റ്റായിട്ടിരിക്കരുത്. നല്ലോണം ആദ്യം റിമൂവ് ചെയ്ത് ഞാൻ ഫുൾ നമ്മുടെ കയ്യിലെ നെയിൽസിലെ എല്ലാം റിമൂവർ വെച്ചിട്ട് നെയിൽ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. ചിപ്പായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അത്ര നല്ല ഒരു അപ്പിയറൻസ് അല്ല. അപ്പോൾ അത് ഫുള്ള് റിമൂവ് ചെയ്ത് കളയുക, എന്നിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെയിൽസ് എപ്പോഴും എല്ലാം ഒരേ ലെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു കയ്യിൽ മാത്രമായിട്ട് നെയിൽസ് വളർത്താതിരിക്കുക. ഇങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊക്കെ പ്രത്യേകിച്ച് മൈൻഡിൽ വയ്ക്കുക. രണ്ട് കയ്യിലും ഒരേപോലത്തെ അളവിൽ വേണം നെയിൽസ് വെക്കാനായിട്ട്. ഒരു കയ്യിലില്ലെങ്കിൽ അടുത്ത കയ്യിലും വേണ്ട. മറ്റേ കയ്യിലുണ്ടെങ്കിൽ ഇപ്പുറത്തെ കയ്യിലും അതേപോലെ തന്നെ നെയിൽസ് ഉണ്ടാവണം.
അപ്പം ഞാൻ എൻ്റെ റിമൂവ് ചെയ്തെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ നെയിൽ കട്ടർ യൂസ് ചെയ്ത് ചില നെയിലിൽ മാത്രം കുറച്ച് നീളം ഉള്ള നെയിലും ചിലതിൽ ചെറിയ നെയിലൊക്കെ ആയിരുന്നു, അതൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് സൈസിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ അവർ എല്ലാം വാച്ച് ചെയ്യും. അപ്പോൾ അതെല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒരേ ലെങ്ത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽ പെയിൻറ്റ് കറക്റ്റായിട്ടുള്ളൊരു കളർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ആലോചിക്കാം, റെഡ് അല്ലെങ്കിൽ പിങ്ക് ഓൾവേസ് നല്ലതാണ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ. പണ്ട് ഞാനും റെഡ് അല്ലെങ്കിൽ പിങ്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ എന്താ പറയുക, ന്യൂഡ് കളേഴ്സാണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ മാച്ചാവും, അതുപോലെ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പം ഞാൻ കൂടുതലും എടുക്കാതെ ഇങ്ങനത്തെ ബ്ലൂ കളേഴ്സൊന്നും എടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇടിവെട്ട് കളേഴ്സൊന്നും എടുക്കാതിരിക്കുക. കുറച്ച് എന്താ പറയുക ന്യൂഡ് അല്ലെങ്കിൽ പേൾ വൈറ്റ്, ഞാനെപ്പോഴും പേൾ വൈറ്റാണ് പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള പിങ്കിഷ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പ് കളേഴ്സാണ് ഞാൻ എടുക്കുക കേട്ടോ. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു പേൾ വൈറ്റ് ഷെയ്ഡാണ് നെയിൽ പെയിൻ്റ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ചേരും. നിങ്ങൾക്ക് ന്യൂഡ് കളേഴ്സ് ഏതെങ്കിലുമൊക്കെ നോക്കി നല്ലതെടുക്കാം. ഞാൻ ഇങ്ങനെയുള്ള കളേഴ്സാണ് അത്യാവശ്യം പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈ കുറച്ചും കൂടി നീറ്റ് ലുക്കായിരിക്കും, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഒരു ക്ലാസി ലുക്കായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു നെയിൽ പെയിൻറ്റ് ഫുൾ കയ്യിൽ നെയിൽസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിലിൻ്റെ പരിപാടി ഇത് ചെയ്തതോടുകൂടി കഴിയും. അപ്പോൾ നെയിൽസൊക്കെ നെയിൽ പെയിൻ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെ നല്ലതാണ് കേട്ടോ. ഈ പിങ്ക്, ന്യൂഡ് പിങ്ക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ലൈറ്റായിട്ടുള്ള സിൽവർ, അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്സ് നല്ലതാണ് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് എയർലൈൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മുടെ ഫോർമൽസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്, അയൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഫോർമൽസ് എടുത്ത് നമുക്ക് നോക്കുക, നമ്മളെ കോംപ്ലിമെൻറ്റ് ചെയ്യണ ഒരു ഫോർമൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നല്ലോണം അയൺ ചെയ്തൊക്കെ വെക്കുക. അതുപോലെ തന്നെ CV അല്ലെങ്കിൽ ബയോഡറ്റ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഒരു ഫുൾ സൈസ് ഫോട്ടോഗ്രാഫ് ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിനാണ് പോകണമെങ്കിൽ അത് നോക്കുക. ഷൂസ് പോളിഷ് ചെയ്ത് വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എന്താ പറയുക നെറ്റിൽ നോക്കി കുറച്ച് ഏത് എയർലൈൻ്റെ ഇൻ്റർവ്യൂവിനാണോ പോണേ ആ എയർലൈനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതൊന്ന് പറഞ്ഞ് നോക്കുക. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഇൻ്റർവ്യൂവിന് പോകുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ആവണമെന്നില്ല, ഫ്രഷേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നെറ്റിലൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേദിവസത്തെ പ്രിപ്പറേഷൻ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നല്ലോണം കിടന്നുറങ്ങുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.